ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വളരെ രുചികരമായിട്ടുള്ള ബ്രെഡും മുട്ടയും കൊണ്ടുള്ള നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓൾ മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ഞാനിപ്പോൾ ഒരു 3 ബ്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് മുട്ടയാണ്. വേവിച്ചെടുത്ത മുട്ട 3 എടുത്തിട്ടുണ്ട്. ഈ 3 മുട്ടയും നമുക്ക് ഒന്ന് ഇതുപോലെയുള്ള ഒരു ഗ്രേറ്ററിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. മുട്ടയെല്ലാം ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഈ ബ്രെഡ് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ലതുപോലെ പൊടിച്ച് ഒരു ബൗളിലേക്ക് ഒന്ന് എടുക്കാം. ഗ്രേറ്റ് ചെയ്ത് വെച്ച മുട്ടയും കൂടി ഇതിലേക്ക് ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത സവാളയാണ്. ചെറിയ സവാളയിൽ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ സവാളയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി മതിയാവും. പകുതി ക്യാപ്സിക്കം ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി. കൂടെ പിന്നെ വേണ്ടത് പച്ചമുളകാണ്. ഒരു പച്ചമുളക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 2 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. പേസ്റ്റ് ചേർക്കരുത്, ഒന്നുകിൽ അരിഞ്ഞ് ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർത്തേക്കണം. കൂടെ പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇറച്ചി മസാലയാണ്. 1 ടീസ്പൂൺ അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ഇറച്ചി മസാല ചേർക്കുന്നത്. ഈ ഒരു ഇറച്ചി മസാല തയ്യാറാക്കുന്ന റെസിപ്പി ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ സാധാരണ ചിക്കൻ മസാലയൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ചിക്കൻ മസാല 1 ടീസ്പൂൺ ചേർക്കാം. 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയാണ്. അപ്പോൾ 1/2 ടീസ്പൂൺ അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നത്. ഇനി വേണ്ടത് ഒരല്പം മാത്രം വെള്ളം കൂടിയാണ്. ഒരു 3-4 ടേബിൾ സ്പൂൺ അളവിൽ മാത്രം വെള്ളം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ തന്നെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാവുന്നതാണ്. നമ്മളിതിലേക്ക് വെള്ളം ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് വെള്ളം കൂടിപ്പോകാൻ വേണ്ടി പാടില്ല. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ മാത്രമേ വെള്ളം ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ കയ്യിലേക്ക് ഇതുപോലെ ഒരു അല്പം മിക്സ് എടുത്തിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് കയ്യിൽ ഉരുട്ടി പിടിക്കാൻ വേണ്ടി കിട്ടണം. ഇത് മാത്രമാണ് അതിൻ്റെ ഒരു കറക്റ്റ് പരുവം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിന് ഇതൊന്ന് റോൾ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലെ ഈ ഒരു ഷേപ്പിനാണ് കേട്ടോ ഇതൊന്ന് റോൾ ചെയ്തെടുക്കുന്നത്. എല്ലാ മിക്സും ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 2 മുട്ടയാണ്. അപ്പോൾ 2 മുട്ട നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഒരു അല്പം ബ്രെഡ് ക്രംസ് കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഈ ബ്രെഡ് ക്രംസിലേക്ക് കുറച്ച് മല്ലിയിലൊന്ന് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിൽ നിന്നും ഓരോന്നായിട്ട് എടുത്തിട്ട് നമ്മുടെ മുട്ടയുടെ മിക്സിലേക്ക് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് റോൾ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിക്ക് തന്നെ നമുക്ക് ബാക്കിയുള്ളതൊന്ന് വേഗം ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ എല്ലാം ഞാനൊന്ന് ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു അരമണിക്കൂർ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെച്ചൊന്ന് ഫ്രീസ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതെല്ലാം അവിടെ നിന്ന് പൊരിച്ചെടുക്കണം എന്നുള്ളവർക്ക് പൊരിച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതോടെ പൊരിച്ചെടുക്കുകയാണ്. ഇത് പൊരിച്ചെടുക്കാനുള്ള എണ്ണ ഞാനിപ്പോൾ വെച്ചിട്ടുണ്ട്. എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഫ്ലെയിം മീഡിയത്തിനും ലോക്കും ഇടയിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ബ്രെഡ് ആയതിൻ്റെ പേരിൽ തന്നെ പെട്ടെന്ന് ഇതിൻ്റെ പുറം ഭാഗം കളറ് മാറിപ്പോകും. അതിൻ്റെ പേരിൽ ഒരു മീഡിയത്തിനും ലോക്കും ഇടയിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഒരു സൈഡ് വെന്ത് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചിട്ട് കൊടുക്കുക, അങ്ങനെയല്ല, തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്ത് വേണം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. എണ്ണയിലേക്ക് ഇടുമ്പോൾ പിരിഞ്ഞു പോകുന്നുള്ള അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല. നമ്മളങ്ങനെ പിരിഞ്ഞു പോകുന്നൊന്നും പേടിക്കേണ്ടത്. ഇതുപോലെ തന്നെ ഒട്ടും തന്നെ പിരിഞ്ഞു പോകാതെ നമുക്കിത് കിട്ടും. അതായത് ഇപ്പോൾ 2 സൈഡും നല്ലതുപോലെ തന്നെ ഒന്ന് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് എടുക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് രുചികരമായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു എക്ടിക്കയാണ്. ഈ ഒരു രീതിക്ക് തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഉറപ്പായിട്ടും നിങ്ങളെ വീട്ടിൽ ഇതുപോലൊരു എക്ടിക്ക ഒന്ന് തയ്യാറാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിക്കുകയും വേണം കേട്ടോ. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. എത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.